Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 12 ഞായറാഴ്ച 4 PM ന്യൂസ് ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. രാജ്യത്തിനു വേണ്ടി അടിയന്തര ഘട്ടങ്ങളിൽ മുൻനിരയിൽ നിന്ന് പോരാടിയ ഫ്രണ്ട് ലൈൻ ഹീറോകൾക്ക് ആദരമർപ്പിച്ച് റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ മറാസി ഗലേറിയയിൽ ഗ്രാറ്റിറ്റ്യൂഡ് മാർച്ച് സംഘടിപ്പിച്ചു. ഫൗണ്ടേഷന്റെ താങ്ക് യു ഫ്രം ദി ഹാർട്ട് ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും പ്രതിനിധികളെയും ആദരിച്ചു. ഈ ക്യാമ്പയിൻ ജൂലൈ 15 വരെ തുടരും. മാളിലെത്തുന്ന സന്ദർശകർക്ക് പ്രത്യേക ബുക്കിൽ നന്ദി സന്ദേശങ്ങൾ എഴുതാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും അവസരമുണ്ട്. ഫിഫ ലോകകപ്പിൻ്റെ ആവേശകരമായ സെമി ഫൈനൽ മത്സരങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്ക് ഒന്നിച്ച് ആസ്വദിക്കുന്നതിനായി ബഹ്റിൻ ടൂറിസം അതോറിറ്റി വിപുലമായ ഫാൻ സോൺ ഒരുക്കുന്നു. ജൂലൈ 14, 15, 19 തീയതികളിൽ ബഹ്റിൻ ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിലെ ടെർമിനൽ 4ലാണ് പരിപാടി. രാജ്യത്തെ ഏറ്റവും വലിയ സ്ക്രീനിലാണ് മത്സരങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. വൈകുന്നേരം 7 മണിക്ക് ഗേറ്റുകൾ തുറക്കും. ഇൻ്ററാക്റ്റീവ് ഗെയിമുകൾക്ക് പുറമെ നറുക്കെടുപ്പിലൂടെ 2 കാറുകളും വിമാന ടിക്കറ്റുകളും ഉൾപ്പെടെ വൻ സമ്മാനങ്ങളും സന്ദർശകരെ കാത്തിരിക്കുന്നു. ബഹ്റിനിലെ പ്രമുഖ വിവാഹവേദിയായ അൽസഫ ഗാർഡൻ ഫാം ഹൗസിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഏകദേശം 80,000 ബഹ്റിൻ ദിനാറിൻ്റെ നാശനഷ്ടം. റെഫ്രിജറേറ്ററിലെ വൈദ്യുത തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകട സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. വരും ദിവസങ്ങളിൽ നിരവധി വിവാഹങ്ങൾ നടക്കാനിരിക്കെ ഉപഭോക്താക്കൾക്കായി അടിയന്തരമായി മറ്റ് വേദികൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ബഹ്റിനിലെ ഫുഡ് ഡെലിവറി ആപ്പുകൾ ഈടാക്കുന്ന ഉയർന്ന ഡെലിവറി ചാർജുകൾക്കും റെസ്റ്റോറൻറ്റ് കമ്മീഷനുകൾക്കും കടിഞ്ഞാണിടാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് MP ജലാൽ ഖാദിം ആവശ്യപ്പെട്ടു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ മാതൃകകൾ പഠിച്ച് കൃത്യമായ പരിധി നിശ്ചയിക്കണമെന്നും പുതിയ നിയന്ത്രണങ്ങൾ വരുന്നത് ചെറുകിട ഇടത്തരം റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും വലിയ ആശ്വാസമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹ്റിൻ സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിൽ ഇക്കഴിഞ്ഞ മെയ് വരെ 343 സന്നദ്ധ സംഘടനകൾ രജിസ്റ്റർ ചെയ്തതായി മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സിയാദ് ആദിൽ ദർവീഷ് സ്ഥിരീകരിച്ചു. ഈ മേഖലയെ നിയന്ത്രിക്കുന്നതിനായി 18 അധ്യായങ്ങളുള്ള പുതിയ മാർഗനിർദ്ദേശ മാനുവലും നിയമനിർമ്മാണവും പ്രാരംഭഘട്ടത്തിലാണ്. വിവിധ പ്രമുഖ ചാരിറ്റബിൾ സൊസൈറ്റികളുമായി ആലോചിച്ച ശേഷമായിരിക്കും നിയമത്തിന് അന്തിമരൂപം നൽകുക. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് ഔദ്യോഗിക അനുമതിയില്ലാതെ പാർക്കിംഗ് ഗാരേജുകൾ മുറികളോ മജ്ലിസുകളോ ആക്കി മാറ്റുന്നത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് മുഹറഖ് മുനിസിപ്പാലിറ്റി വീട്ടുടമകൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകി. ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ പാർക്കിംഗ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കും. നിയമം ലംഘിക്കുന്ന പ്രോപ്പർട്ടികൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും ഗാരേജുകൾ പഴയപടിയാക്കാൻ ഉടമകൾ നിർബന്ധിതരാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. സീറോ മലബാർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാൾ ആഘോഷവും സിംസ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ബഹ്റിൻ തിരുഹൃദയ ദേവാലയ റെക്ടറും വികാരിയുമായ റവറൻഡ് ഫാദർ ഫ്രാൻസിസ് പടവുപുരയ്ക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ബോണീസ് ക്ലാസ് റൂം ഡയറക്ടറും ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗവുമായ പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധൻ ബോണി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തുകയും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു. 40 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സിംസ് മുൻ ബോർഡ് അംഗം ജെയിംസ് ജോസഫിനും കുടുംബത്തിനും
ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. IBCC ബഹ്റിൻ സംഘടിപ്പിച്ച ഫാൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബ്രസീൽ ചാമ്പ്യന്മാരായി. ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ മറികടന്നാണ് ബ്രസീൽ കിരീടം ചൂടിയത്. പോർച്ചുഗൽ റണ്ണറപ്പുകളായി. അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ 4 ഫാൻസ് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. യുവജനങ്ങൾക്കിടയിൽ കായിക സൗഹൃദം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായത്. സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.